ഇവിടുത്തെ ഭക്ഷണമൊക്കെ ധനുഷിന് ഇഷ്ടമാവുന്നുണ്ടല്ലോ അല്ലേ? ആ, ഇഷ്ടാവുന്നുണ്ട്. എല്ലാം ഇഷ്ടാവുന്നുണ്ട്. നല്ല താമസവും നല്ല ഭക്ഷണമൊക്കെ കിട്ടിയപ്പോ ധനുഷ് കുറച്ചുകൂടെ സ്മാർട്ടായി. അതിന്റെ ഗുണം ഓഫീസിലും കാണുന്നുണ്ട്. അത് താമസത്തിന്റെ ഭക്ഷണത്തിന്റെ മാത്രമല്ല സർ, നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൂടി ഉള്ളതുകൊണ്ടാ. ഈ വീട്ടിലുള്ളവരെല്ലാം എന്റെയും കൂടിയാണെന്ന് തോന്നൽ വന്നതുകൊണ്ടാ. അത് തോന്നലാക്കണ്ട. ഇവിടെയുള്ളവരെല്ലാവരും ധനുഷിന്റെ കൂടി ബന്ധുക്കളാണെന്ന് ഉറപ്പിച്ചോ. അങ്ങനെ തന്നെ കാണുന്നത്, എന്റെ സ്വന്തമായിട്ട്. സ്നേഹ കഴിക്കുന്നില്ലേ? ആ എടുത്തി കഴിക്കേ. ഈ കറി എല്ലാം കൂടെ എടുത്ത് എന്റെ തലയിൽ തട്ടിയാലോ? അർച്ചനെ, എല്ലാരും കഴിച്ചെഴുന്നേക്കുന്നതിന് മുൻപ് ആ പ്രസാദം കൂടി എടുത്തു കൊടുത്തേക്ക്. അർച്ചനെ, നീ എന്താ ഈ ചെയ്യുന്നേ? പ്രസാദത്തിൽ എന്തിനാ ആവണക്കണ്ണ ഒഴിച്ചത്? ഞാൻ നോക്കിയിട്ട് മറ്റൊരു വഴിയും കാണുന്നില്ല എടുത്തി. ആർക്ക് കൊടുക്കാനാ ഇത്? ആർക്കായിരിക്കും? ഒരു അതിഥി വന്നിട്ടുണ്ടല്ലോ ഇവിടെ, അവനെ കൊണ്ട് പൊറുതി മുട്ടി. ഇത് കുറച്ച് കടന്ന കൈയാണേ. ഇത് കഴിച്ച അവൻ പിന്നെ 2 ദിവസത്തേക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങൂല. ഇറങ്ങരുത്, അത്രയ്ക്ക് ശല്യം അവൻ. എടുത്തി വാ. കൊണ്ടുകൊടു. എടുത്തി അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദ. അയ്യോ, എനിക്കിപ്പോ വേണ്ടായിരുന്നു.
ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞ് പൊട്ടാറായി. അയ്യോ അതൊന്നും പറ്റില്ല. ഇതോട് കഴിക്ക്. ഈ വീട്ടിലെ ഏതെങ്കിലും ഒഴിയാബാധയുണ്ടെങ്കിൽ അത് ഒഴിഞ്ഞു പോവാൻ ഞാൻ നേർന്ന പ്രസാദ. ആ, മോൻ നിർബന്ധമായിട്ടും കഴിക്കണം. പ്രസാദമല്ലേ, അതിനെ നിന്ദിക്കണ്ട. ധനുഷെടുത്ത് കഴിക്കേ. ആ, ആ. കഴിച്ചോ? എന്താ എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അല്ലല്ല എന്തോ ഉണ്ട്. ഉണ്ടോ? ബാത്റൂമിൽ പോകാൻ തോന്നുന്ന പോലെ ഇരിക്കുന്നു. ആണോ? അയ്യേ അതിനെന്താ ഇത്ര നാണക്കേട്? മോന് വേണമെങ്കിൽ എഴുന്നേറ്റ് പൊക്കോ. ഇനി ഇവിടെ അത് പ്രശ്നമാക്കണ്ട. എന്താ സ്നേഹിക്കും പോണോ? വേണ്ട. എങ്കിരുന്ന് കഴിക്ക്. ഞാനും അജയനും തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് സച്ചി കണ്ടു എന്നുള്ളത് ഏകദേശം ഉറപ്പായ കാര്യമാണ്. ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധമൊന്നും എന്താ സംസാരിച്ചെന്നൊക്കെ സച്ചി ചോദിച്ചാ ഞാൻ എന്ത് മറുപടി പറയും? എടുത്തി. നീ കിടന്നില്ലേ? ഇല്ല, എനിക്ക് ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? നീ ചോദിക്ക. അതിന് ഏട്ടത്തി വ്യക്തമായ എനിക്ക് മനസ്സിലാവുന്ന ഉത്തരം വേണം തരാൻ. നീ ചോദിക്ക, എങ്കിലല്ലേ ഉത്തരം പറയാൻ പറ്റൂ. ഞാൻ അർച്ചനയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അർച്ചനയുടെ വീട്ടുകാരെയും അർച്ചനയും ഏട്ടത്തിക്ക് പരിചയം ഉണ്ടായിരുന്നോ? ഇതാണോ നീ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ വലിയ കാര്യം? അർച്ചനയുടെ കുടുംബമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നിനക്ക് വിവാഹം ആലോചിക്കാൻ വേണ്ടി അർച്ചനയെ പറ്റി തിരക്കി. ഇതാണോ നിനക്ക് ചോദിക്കാനുണ്ടായിരുന്ന കാര്യം? അതെ. നിങ്ങളുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം എല്ലാവരുമായി നല്ലൊരു ബന്ധം ഉണ്ടായിരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് അർച്ചനയെ ഒന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് അറിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അർച്ചനെ കുറിച്ചെല്ലാം അറിഞ്ഞോ? അറിഞ്ഞു. അങ്ങനെയല്ലേ വിവാഹം നടന്നേ. നിന്റെ സംശയങ്ങളൊക്കെ മാറിയില്ലേ? എന്നാ ഗുഡ് നൈറ്റ്. എടുത്തി. പിന്നെന്താ അർച്ചന പ്രസവിക്കില്ലെന്നുള്ള കാര്യം എന്നിൽ നിന്ന് മറച്ചു വെച്ചത്? അതും
ഏട്ടത്തിക്ക് അറിയാറുന്നല്ലേ? ഇതാണ് എനിക്ക് ഏട്ടത്തിന്ന് അറിയേണ്ട ആ വലിയ കാര്യം. ഇതിന് വ്യക്തമായ ഉത്തരം ഏട്ടത്തി എനിക്ക് തന്നേ പറ്റൂ. എനിക്കറിയായിരുന്നു എന്നെങ്കിലും ഈ ഒരു ചോദ്യം നീ എന്നോട് ചോദിക്കുന്ന. നിന്റെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറഞ്ഞ അതിനൊരു വാക്കേ ഉള്ളൂ: ചതി. മാഷും കമലെടുത്തി എന്ന പാവങ്ങൾക്ക് വേറെ ആരും അറിയാത്തൊരു മുഖം കൂടിയുണ്ട്. നിന്റെ വിവാഹ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞ മുഖം. നല്ലവരായി നിന്ന് അഭിനയിച്ച് അവര് നമ്മളെ വലിയൊരു ചതിയിൽ കൊണ്ട് പെടുത്തുകയായിരുന്നു. അർച്ചന ഒരിക്കലും ഒരു അമ്മയാവില്ലെന്ന് ഞാൻ അറിയുന്നത് വിവാഹ തീയതി വരെ നിശ്ചയിച്ചിട്ടാ. അപ്പോഴാ അർച്ചനയുടെ അച്ഛനെ അമ്മയെ ഞാൻ കൂടുതൽ മനസ്സിലാക്കിയത്. ഒരു വലിയ വീട്ടിലേക്ക് അവരുടെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ നിന്നാ ഇതൊക്കെ സംഭവിച്ചത്. എന്നെ പറഞ്ഞു പറ്റിച്ച് അവരെ ആഗ്രഹം നടപ്പിലാക്കി എന്നുള്ളതാ സത്യം. നീ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം നിനക്ക് അർച്ചന വിവാഹം കഴിക്കേണ്ടി വന്നത്. എന്നെ അവര് ചതിച്ചു കളഞ്ഞു സച്ചി. എല്ലാം അറിഞ്ഞ നിമിഷം ഏട്ടത്തിക്ക് ആ വിവരം എന്നോട് പറഞ്ഞുകൂടായിരുന്നു. എന്തിനാ ഏട്ടത്തി അപ്പോഴും എന്നിൽ നിന്നെല്ലാം മറച്ചു വെച്ചത്? നിന്നോട് എല്ലാം പറയാന്ന് കരുതി തന്നെയാ ഞാൻ ഇരുന്നേ. പക്ഷേ പിന്നീട് ഞാൻ നിന്നെ കാണുന്നത് ഹോസ്പിറ്റൽ വരാന്തയിൽ വെച്ചാ. നമ്മുടെ അച്ഛൻ ICUലും. ആ അവസ്ഥയില് ഞാനിതെല്ലാം നിന്നോട് പറഞ്ഞ നീ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറും. അത് അച്ഛൻ അറിയുമ്പോ ആകെ തകർന്നു പോവും. ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോ നമ്മുടെ അച്ഛൻ ജീവനോട് ഉണ്ടാവില്ലായിരുന്നു. എനിക്കപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നടാ. നമ്മുടെ അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പിന്നീട് പെട്ടെന്ന് നിന്റെ വിവാഹം കഴിഞ്ഞു. അച്ഛനിപ്പോ ജീവനോടെ ഉള്ളത് ഞാനെന്നത് മറച്ചു വെച്ചതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ ചങ്ക് പൊട്ടി മരിച്ചേനെ. അർച്ചനയുടെ അമ്മയച്ഛനും ചെയ്ത ചതിയില് പാവം നമ്മുടെ അച്ഛനെ കുരുതി കൊടുക്കണമായിരുന്നോ ഞാൻ? നീ എത്ര വേണില്ല എന്നെ കുറ്റപ്പെടുത്തിയാലും എന്നെ കൊണ്ടതിന് കഴിയില്ല സച്ചി. ഞാൻ ചെയ്യയില്ല. ഏട്ടത്തി നന്ദേട്ടാ പ്ലീസ് ചുമ്മാ നന്ദേട്ടാ ഇരിക്ക് പെണ്ണേ. പ്ലീസ് എന്നെയും കൊണ്ട് പോ. വാശി പിടിക്കാതെ പെണ്ണേ. എന്തൊരു കഷ്ടമാ എവിടെ നന്ദേട്ടാ, എന്നെയും കൂടെ കൊണ്ടുപോ. നിനക്കങ്ങ് പോയാ പോരെ? അല്ലെങ്കിൽ നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് അവരോടൊപ്പം പോ. ഒന്നാമതേ ജോലി തിരക്ക്, അതിന്റെ ഇടയിൽ തിയേറ്ററിൽ വരാനും സിനിമ കാണാനും സമയമില്ല കൊച്ചേ. എന്താണ് രണ്ടാളും കൂടി ഒരു ഡിസ്കഷൻ? ധനുഷോ, തനിക്കറിയാലോ നമ്മുടെ തിരക്കൊക്കെ. ഇതിനിടയ്ക്ക് ഞാൻ ഇവളെ കൊണ്ട് സിനിമയ്ക്ക് പോകണമെന്ന്. ഈ വീടിനകത്തൊരു തിയേറ്റർ ഉണ്ട്, അതിൽ കണ്ടാ പോരെ? ആ, പുറത്താണെങ്കിലും സ്വന്തമായിട്ട് തിയേറ്റർ ഉള്ളതല്ലേ, അവിടെ പോവാലോ സ്നേഹിക്ക്. അതൊന്നും അവൾക്ക് പറ്റത്തില്ല.
കെട്ടിക്കാറായി പെണ്ണിനെ. ഇപ്പോഴും ഞങ്ങൾ ആരെങ്കിലും സിനിമയ്ക്ക് കൊണ്ടുപോകണം. ഹോ. അതുകൊട്ടെ ധനുഷിനെന്തോ വയ്യെന്ന് പറഞ്ഞു. എന്തു പറ്റിയതാ? ആ വയറിന് നല്ല സുഖമില്ല സർ. ഓഫീസിൽ കുറച്ച് ജോലിയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ലീവ് എടുക്കാൻ ഉദ്ദേശിച്ച ഓഫീസിലോട്ട് ഇറങ്ങിയത്. വയ്യെങ്കിൽ ധനുഷ് വരണമെന്നില്ല. കുറച്ച് ജോലിയല്ലേ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. അയ്യോ അതൊന്നും വേണ്ട സർ, ഞാൻ വരാം. തിരികെ വരുന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് കയറുകയും ചെയ്യാമല്ലോ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, ധനുഷ് ഒന്ന് ബൈക്ക് എടുക്കണ്ട, എന്നോടൊപ്പം കാറിൽ വാ. വയ്യാത്തതല്ലേ? അയ്യോ ചാവി എടുക്കാൻ മറന്നുപോയി. സ്നേഹമോളെ, റൂമിൽ നിന്ന് ആ ചാവി എടുത്തോണ്ട് വരുമോ? ഞാൻ പറഞ്ഞത് കേക്കത്തുമില്ല, തിരികെ പറഞ്ഞത് അനുസരിക്കാൻ വേണം. അയ്യോ ഞാൻ എടുത്തോണ്ട് വരാം. നല്ല കുട്ടി. ഒരു സെക്കൻഡ്. ഹലോ മനീഷ്. ആ ആ അല്ല, ഞങ്ങൾ ഉടനെ എത്തും. കുറച്ച് ടൈമിനുള്ളിൽ എത്തും. ആ ശരി ശരി. അങ്ങനെ ആവട്ടെ. ഓക്കെ ശരി. ആ കീ കിട്ടിയില്ലേ? പോവാ സർ. പോട്ടെ പോണേ. മാഷും കമലടത്തി എന്ന പാവങ്ങൾക്ക് വേറെ ആരും അറിയാത്തൊരു മുഖം കൂടിയുണ്ട്. നല്ലവരായി നിന്ന് അഭിനയിച്ച് അവര് നമ്മളെ വലിയൊരു ചതിയിൽ കൊണ്ട് പെടുത്തുകയായിരുന്നു. അർച്ചനയുടെ അമ്മയച്ഛനും ചെയ്ത ചതിയില് പാവം നമ്മുടെ അച്ഛനെ കുരുതി കൊടുക്കണമായിരുന്നോ ഞാൻ? സച്ചേട്ടാ, സച്ചേട്ടനൊന്നും കഴിക്കുന്നില്ലേ? ഇപ്പൊ വേണ്ട. പിന്നെ ഇനി എപ്പോഴാ? നേരെ എത്രയെന്നറിയോ? സച്ചേട്ടൻ വാ, വന്ന് വല്ലതും കഴിക്കുക.